2000 മോഡല് RX 120 രൂപ. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് നോർമലി സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെന്നത് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു ഇതിന്റെ നോർമലി വന്ന ഹെഡ്ലൈറ്റ്. ഇതിന് റൗണ്ട് ഹെഡ്ലൈറ്റ് ആയിരുന്നു നോർമലി വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ അതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഇച്ചിരി ലുക്കിനൊക്കെ വേണ്ടി നമ്മൾ അതിന് മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ ബോക്സ് ടൈപ്പ് ഹെഡ്ലൈറ്റ് അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പോകണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ RX കിങ്ങിന്റെ മീറ്ററും കൂടി ഇതിന്റെ അകത്ത്. ആദ്യത്തെ ലുക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങൾ ഒരു സൈഡിലൊരു ഫോട്ടോ എടുക്കാം. ഇതാണ് ഇപ്പൊ ഇതിന്റെ ആദ്യത്തെ ലുക്ക് വരുന്നത്, ആ ഫോട്ടോയിൽ കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ നേരത്തെ ഇരുന്ന ഈ RD-യുടെ ഹാൻഡിൽ ബാറാണ്. അതുമല്ല ഇതിന്റെ അകത്ത് ഈ ഹാൻഡിൽ ബാർ പിടിച്ചിരിക്കുന്ന ഈ സംഭവമാണ്, ഹാൻഡിൽ ബാർ മൗണ്ട് ഇതായിരുന്നു. അത് മാറ്റിയിട്ട് ഞങ്ങള് ഇപ്പൊ മറ്റേ യമഹ ജപ്പാൻ എന്ന് എഴുതിയ ഈ ഒരു സംഭവമാണ് ഞങ്ങൾ ഇപ്പൊ ഇതിന്റെ അകത്ത് പിടിപ്പിക്കാൻ പോകുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഹാൻഡിൽ ബാർ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഹാർഡിയുടെ ഹാൻഡിൽ ബാർ മാറ്റിയിട്ട് ഷോർട്ട് ബാർ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഷോർട്ട് ബാറാണ് ഇപ്പൊ ഇതിന്റെ അകത്ത് കയറ്റാൻ പോകുന്നത് ഈ വണ്ടിക്ക്. അതാണ് നമ്മളിപ്പോ ഈ സാധനം ഇട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ഇനിയിപ്പോ അതിന് നമുക്ക് അത് സെറ്റ് ചെയ്യാം. മീറ്ററിന്റെ അകത്ത് കീ സെറ്റ് തന്നെയാണ് ഇതിന്റെ മീറ്റർ വെച്ച് കഴിയുമ്പോൾ പിടിപ്പിക്കാൻ പോകുന്നത്. അതിന്റെ അകത്ത് നമ്മള് അത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അത് വരുന്നത്. അപ്പൊ അത് നമ്മളൊരു ചെറിയൊരു ക്ലാമ്പ്, ഒരു പീസ് നമ്മൾ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ വെച്ചൊരു ക്ലാമ്പ് പോലെ സെറ്റ് ചെയ്യണം. ഇതിന്റെ അകത്ത് ഇനി കഴിച്ചൂടെ ഇച്ചിരി ഗ്രൈൻഡ് ചെയ്ത് അതൊന്ന് ക്ലാമ്പ് പോലെ സെറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഇതിന്റെ അകത്തോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഈ രണ്ട് ഹോളിലോട്ട് കറക്റ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞ് കറക്റ്റായിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ കീ സെറ്റ് വരുന്ന ഇവിടെ ആയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ കീ സെറ്റ് ഒരു റൗണ്ട് ആയിട്ട് ഇവിടെ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഒരു കർവ്, ഇവിടെ ഒരു ചെറിയൊരു വളവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കട്ട് ചെയ്ത്. കീ സെറ്റ് ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇതിപ്പോ ഇങ്ങനെയാണ് ക്ലാമ്പ് അടിച്ച് നമ്മൾ ആ സ്ക്രൂവിന് കട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ഒരു കവറിങ്ങും കൂടെ കൊടുക്കണം. ഇതിനൊരു കവറിങ് കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം അത് കുഴപ്പമില്ലാത്തൊരു ലുക്ക് ആയിക്കോളൂ. ഇതിന്റെ സ്റ്റോക്ക് മീറ്റർ വരുന്ന ആ ക്ലാമ്പാ. അത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് തന്നെ നേരെ ഈ കിങ്ങിന്റെ മീറ്ററിന്റെ അടിയിൽ കൂടെ 2 ബോൾട്ട് ഇട്ടിട്ട് നേരെ കയറ്റി വെച്ചാൽ മതി. അടിയിൽ കൂടി ഇങ്ങനെ കയറ്റി നമുക്ക് നട്ടും ബോൾട്ട് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് ഹെഡ്ലൈറ്റും പിടിപ്പിക്കാം. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ബോൾട്ട് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആ കിങ്ങിന്റെ മീറ്റർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അടിയിൽ നിന്ന് വെച്ച് ബോൾട്ട് ഇടാൻ പറ്റും. നമ്മൾ ഇപ്പുറത്തും അതുപോലെ നമുക്ക് ഒരെണ്ണം വെച്ച് ഇപ്പോൾ ഇത് വെൽഡ് ചെയ്യാനുണ്ട്. ഇത് ബോൾട്ട് നേരെ നമുക്ക് ആ ഹോളിലോട്ട് വെച്ച് കറക്റ്റായിട്ട് ഇനി വെൽഡ് ചെയ്തെടുക്കണം. ഫുള്ളിപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. മീറ്ററിൻ്റെ അടിയിൽ നിന്ന് ഇവിടെ ആയിട്ട് ഈ 2 ബോൾട്ടേൽ മീറ്റർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കയറ്റാൻ നേരത്തെ ഇതിന് ഒരു സൈഡിലെ ഹോളുള്ളൂ. നമ്മുടെ RX എന്ന് പറയുമ്പോൾ ഈ 2 സൈഡിൽ നിന്ന് വയർ വരുന്ന കാരണം നമുക്ക് ഇവിടെയും കൂടി ഒരു ഹോൾ ഇട്ടിടണം. കട്ട് ചെയ്ത് ഈ പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് അടുത്ത് ഇത് കട്ട് ചെയ്യാം. ഈ ഹെഡിലോട്ട് ഇപ്പോൾ ഇൻഡിക്കേറ്ററിന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഹെഡ് ഇവിടെ സെറ്റ് ചെയ്യാം. എന്തായാലും ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് സ്റ്റേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കിങ്ങിൻ്റെ മീറ്റർ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഹെഡ്ലൈറ്റ് കുറച്ചുകൂടെ നമുക്ക് കറക്റ്റ് ആ സൈസിലിരിക്കണമെങ്കിൽ ഇത് കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇപ്പം നമുക്ക് ഇത് മാറാതെ തന്നെ ഇതിൻ്റെ താഴത്തെ പോർഷനിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് അത് നേരെ ടോപ്പിലോട്ട് വെച്ച് വെൽഡ് ചെയ്ത് കൊടുത്താൽ. ഇതിപ്പോൾ നമ്മൾ ഈ 2 പീസായിട്ട് ഇത് കണ്ടത്, ഇതിപ്പോൾ 2 പീസായിട്ട് കിടക്കുക. ഇത് നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് ലെവലാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് താഴത്തെ പീസായിരുന്നു, നമ്മൾ പൊക്കത്തോട്ട് വെച്ച് കറക്റ്റായിട്ട് ലെവലായിട്ട് വെൽഡ് ചെയ്യാൻ പോവുക. അതായിട്ട് ഇനി പിന്നെ ഫ്രണ്ടിലെ മഡ്ഗാർഡും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം അടുത്തായിട്ട് അത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഡൊമിനോയുടെ ഒരു ക്വിക്ക് ത്രോട്ടിലാണ്. ഇതാണ് നമ്മുടെ വണ്ടിക്കകത്തോടെ ഇനി അടുത്തായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി എയർ ഫിൽറ്ററും കൂടെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ സ്റ്റോക്ക് എയർ ഫിൽറ്റർ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്പോഞ്ചും കൂടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് വിടാം. ഇതിൻ്റെ ഇത് വിട്ട് നമ്മൾ ഹെഡ് ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഹെഡിനകത്ത് പിസ്റ്റണിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിസ്റ്റൺ ഇതിപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റോക്ക് ഇരുന്ന പെട്രോൾ ഫിൽറ്റർ അഴിച്ച് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഫിൽറ്റർ ഇതിൻ്റെ അകത്ത് കയറ്റാൻ പോവാം. അപ്പോൾ നമ്മുടെ കിങ്ങിൻ്റെ മീറ്ററും ടേബിൾ ഹെഡ്ലൈറ്റ് നമ്മുടെ ഇതിൻ്റെ സെറ്റ് ചെയ്തു. വയറിങ് എല്ലാം നമ്മൾ പക്കയാക്കി എടുത്തിട്ടുണ്ട്. ഈ സ്റ്റാർട്ടായി കാണിക്കുന്നത്
അപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്.